എടോ താനാ ഹേമാവതിനെ കൊണ്ട് ബൈക്കിൽ പോയാ? ഓ അല്ലേ, നന്നായി. അതാ രഘുവംശി കണ്ട് ആകെ കൊളായി. നിങ്ങളെയൊക്കെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിരിക്കാ. തോർത്തലടാ പോത്തെ, തോക്ക്. അതുകൊണ്ട് അയാൾ നിങ്ങളെല്ലാം കഷ്ണമാക്കും. അതെ, പ്രശ്നമായി പോയിട്ടേ അയാളുടെ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കുക. എന്റെ പൊന്നോ, വെട്ടിക്കൊല്ലുന്നില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. ആടാ നടന്നല്ല, നീ പോയിട്ടോ. ഒരാളെ മാത്രമല്ല, എല്ലാവരും വിളിച്ചോണ്ട് വരാനാണ് പറഞ്ഞേക്കണത്. വന്നേ വാ. ആ വന്നാ ഒരാളുടെ കുറവുണ്ടായിരുന്നു. വന്നേ. എന്താണ്? വാ വാ. പാനിപ്പൂരിയിലെ പാനിപ്പൂരിയാണോ? ഈ പാനിപ്പൂരി അല്ല, ബാഗ് എടുത്തിറങ്ങി ആ വഴിക്ക് പോവാൻ. വെടികൊണ്ട് ചാവാൻ പറ്റുമോ ധ്യാൻചന്ദിന്? ബട്ട് ഐ ക്യാൻ. എത്ര നേരം അവിടെ പോയി ഒളിച്ചു നിന്ന് വീഡിയോ ചത്തോരടി. വലിയ കുഴപ്പമൊന്നുമില്ല. നമസ്കാരം. आइए, बैठिए बैठिए बैठिए. हमने इस पल का इंतजार किया था. हमारे गांव की एक परंपरा है कि हमारी बहनें बेटियां अगर किसी को पसंद करती हैं तो हम उनकी भावनाओं का सम्मान करते हैं. उनका निर्णय ही हमारा निर्णय हो जाता है. इसलिए हमें ये रिश्ता स्वीकार है और आपका स्वागत है. तो भौजी, എന്താണ് ഇനി അടുത്ത ചടങ്ങ്? എന്താണ് അറിയില്ല, നോക്കാം. എന്തൊക്കെയോ ये हमारी परंपरा है. ये रिवाज है हमारे यहाँ का. सूर्या, यहाँ आओ. हेमा, ഞാനോണ്. आओ सूर्या आओ. अरे उसको हम बुला रहे हैं भाई, रिवाज पूरे करने के लिए. कहीं नहीं ले जा रहे तुम्हारे दोस्त को. आजा बेटा. अरे अरे सूर्या, ये तुम्हारे लाने नहीं है, तुम्हें घर नहीं ले जाना है, इसको ही देना है. സംസ്കാരമില്ലാത്ത പണി ചെയ്യലടാ. ये हमारा संस्कार है भाई. वाह वाह, कमाल के संस्कार है आपके. ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കൂലേ? इन दिनों भगवान भगोरिया का त्योहार चल रहा है. लड़कियां अपनी इच्छा जताती हैं. भाई कंग्रेट्स, महापौर्णमी को शादी होगी. കളിക്കാരിട്ടുണ്ട് മോനെ. വീട്ടിലിരിക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട, ഇവളെയും കൂട്ടി അങ്ങോട്ട് പോവാം. പണിപ്പാളി. നെക്സ്റ്റ് റൗണ്ട് പോണേ. ഇവിടെ ഇരിപ്പാണോ? നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തോട്ട് വന്നേ. മീൻകാരനാന്ന് വിചാരിച്ചായിരിക്കും. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും കഥ വിശ്വസിച്ചില്ലല്ലോ. കേക്കുണ്ടോ നിങ്ങള്? ഇതൊന്നും ഇവിടെ ഇട്ട് വാ. ഒന്ന് വാന്ന്. ഒന്ന് വാടാ, ഒരു പരിപാടി കാണിച്ചാ. വാ, ചീട്ട് അവിടെ ഇട്ടിട്ട് വാടാ. കാര്യം പറഞ്ഞിട്ടോ, എന്താ സംഭവം? കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ പരിപാടി? നീ ഇവിടെ ശരിക്കും വന്നിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഏയ് സത്യമായിട്ട് ഞാൻ വന്നിട്ടില്ല. എനിക്ക് വന്നില്ല. ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ കൾച്ചർ അറിയണം കേട്ടാ. എന്നിട്ട് ഇവിടെ നാട് വിട്ടു. അതൊക്കെ ആർക്കറിയാം. राम राम. सब लोग जाओ 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 जाओ. പോവാം. നീ ഇതുപോലെ ഉപേക്ഷിക്കോടാ. ഞാൻ അവളെ കെട്ടിക്കൊണ്ടുപോളാണ്. വൃത്തിയുടെ പരിപാടിയാണല്ലേ. എന്തിനു പങ്കെടു വന്നിട്ട്
കല്യാണം പിന്നെ ഡിവോഴ്സ് ഭയങ്കര ഷോക്കായി പോയിട്ടോ. അപ്പൊ നിനക്കറിഞ്ഞൂടെ ഇവിടെ ഈ പരിപാടിയൊക്കെ ഞാൻ നടക്കുന്നത്? ഗ്രാമക്കോണം വിചാരിച്ചപ്പോ എപ്പോഴും കൂടെ താമസിക്കുന്നു വിചാരിച്ചു വെച്ചാനെ, മനസ്സിലല്ലേ? നീ അവളെ ഉപേക്ഷിക്കോ? ഉപേക്ഷിക്കാനോ ഭാര്യയാക്കാനാണ് ഇതാ ആചാരം ആചാരം. അല്ല നിങ്ങൾ എന്താചാരത്തിന്റെ കാര്യം പറഞ്ഞത്? ആരെ ഉപേക്ഷിക്കണ ആരോ പറഞ്ഞത്? എന്റെ ജോബ് സാറേ, എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ നാടിനെ പറ്റി എന്തോ തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ? ജോബ് സാറേ, അതൊരു ആചാരം മാത്രം. അത് ഇവര് പണ്ട് മുതലേ ദേവദാസി സമ്പ്രദായം പോലെ ആചരിക്കുന്നു. പണ്ട് ഇപ്പൊ തമിഴ്നാട്ടില് ചിലരൊക്കെ എന്താണ് കാശിക്ക് പോകണമെന്ന് പറഞ്ഞ് പോകും. പക്ഷെ ഇവര് കാശിക്ക് പോകണ്ട ഇല്ലല്ല. നമ്മളൊന്ന് ഗൂഗിൾ സാധനമില്ലേ മറ്റേ കൊലത്തൊഴിൽ അതൊക്കെ പതിറ്റാണ്ട് മുമ്പ് നിന്നു. ഇവിടെ ഈ ഗോത്രത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചവൻ ഇവിടെ കൂടണം, അത്രേ ഉള്ളൂ. ഇവനാണ് തീരുമാനമല്ലേ? ഞാൻ കൊണ്ടുപോകും. ഇവൻ ഇനി ഒരു മടക്കയാത്രയില്ല. ഒരു പണി എവിടെ തയ്പ്പിച്ചോന്ന് ചോദിച്ചു വെച്ചോ, എന്നിട്ട് സാധനം അടിച്ചു അയ്യോ, വെച്ചോ. ഇത് ചോദിക്കലേട്ടാ, ആകെ രണ്ടെണ്ണുള്ളൂ. പിന്നെ ജോബ് സാറിന്റെ മേടിച്ച കാശ് അയ്യോ തരാനില്ലെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. പുള്ളി കണ്ടത് ഭയങ്കര കഷ്ടപ്പാടാണ്.